വെക്റ്റർ ഇന്റഗ്രേഷനിലെ ലൈൻ ഇന്റഗ്രൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈൻ ഇന്റഗ്രൽസിലെ 2-3 പ്രോബ്ലംസും കൂടെ നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ c xy dx plus x square dy where c is given by y equal to x cube minus 1 less than or equal to x less than or equal to 2. നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ c എന്ന് പറയുന്ന പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ തന്നിരിക്കുന്ന y equal to x cube ആണ്. x -1 to 2 വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു വെറൈറ്റി പ്രോബ്ലം ആണല്ലേ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സി എന്ന് പറയുന്ന എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സി ഇങ്ങനെ തന്നിരിക്കുന്നത് സി ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് വേർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് dy കണ്ടുപിടിച്ചൂടെ. dy is equal to എന്തായിരിക്കും 3x² dx എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇന്റഗ്രൽ ഓവർ സി xy dx പ്ലസ് x² dy which is equal to ഇന്റഗ്രൽ ഓവർ സിക്ക് പകരം ഇവിടെ x ആണ് പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ -1 to 2 x y എന്ന് പറഞ്ഞാൽ x ക്യൂബ് അല്ലേ, അതിവിടെ കൊടുക്കാം. എക്സ് ക്യൂബ് ഇവിടെ ഈ വൈക്ക് പകരം ഞാൻ എക്സ് ക്യൂബ് കൊടുത്തു. ഇനി ഡി എക്സ് പ്ലസ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² തന്നെ. ഇനി dy എന്താണ്? dy എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു 3x² dx ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x² dx. ഓക്കെ, തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ. -1 to 2 x⁴ dx പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 2 x⁴ dx. അതിപ്പോൾ 4x⁴ അല്ലേ, ഇത് 3 + 1 4 ആണ്, ശരിയാണോ? ഇൻ്റഗ്രൽ -1 to 2 4x⁴ dx എന്ന് എഴുതാലോ. ഇങ്ങനെ ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു x⁴, ഇവിടെ 3x⁴. സോ വി ക്യാൻ റൈറ്റ് 4x⁴ dx. നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ക്യാൻ ബി 4 × x⁵ ഡിവൈഡഡ് ബൈ 5 ഇൻ്റഗ്രൽ -1 to 2. ഇനിയോ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 4 × 2⁵5/5 മൈനസ് -1⁵5/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 2⁵5 എന്ന് പറഞ്ഞാൽ 32/5. ഇവിടെ മൈനസ് പ്ലസ് ആവും, +1/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 33/5. 4 × 33 എന്ന് പറഞ്ഞാൽ 132 ഡിവൈഡഡ് ബൈ 5. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഒരു ക്ലോസ്ഡ് ഇന്റർവൽ അല്ല ഒരു ക്ലോസ്ഡ് റീജിയൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? സെക്കൻഡ് പ്രോബ്ലം ഇവാലുവേറ്റ് ഇന്റഗ്രൽ c x²y³ dx minus xy² dy where c is the square with vertices -1 -1 1 -1 1 1 and -1 1 in the counterclockwise direction. നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ ഇന്റഗ്രൽ ഓവർ സി ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ സി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് എ സ്ക്വയർ, അതായത് ക്ലോസ്ഡ് റീജിയൻ ആണ് വിത്ത് വേർട്ടീസസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മൾ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്വയർ ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് -1 -1 എന്ന് പറഞ്ഞ പോയിന്റിലും അതുപോലെ തന്നെ 1 -1 അതുപോലെ ഇവിടെ 1 1 ഇവിടെ വരുന്നത് -1 1 ഈ പോയിന്റ്സിലേക്ക് കൂടെ പോകുന്ന കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്ന ഒരു സ്ക്വയറാണ്. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസിൽ പോകുന്ന ഒരു സ്ക്വയറാണ്, അതായത് ക്ലോക്ക് വൈസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് സി എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ തന്നിരിക്കുന്നത്. പക്ഷേ ഈ സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിന് ഓരോ പീസസിലാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു പീസ് വൈസ് സ്മൂത്ത് കർവാണ്. അപ്പം നമുക്ക് ഇവിടെ ഷാർപ്പൻ്റെ പോയിന്റ് വരുമ്പം പ്രശ്നം വരും. അപ്പം നമ്മൾ ഇതെടുക്കുന്നത് ഈ ഒരു ഇതിനെ C1 എന്നും ഇതിനെ നമ്മൾ C2 എന്നും ഇതിനെ നമ്മൾ C3 എന്നും ഇതിനെ നമ്മൾ C4 എന്ന് പറയുന്നത്. അപ്പോൾ C1 C2 C3 C4 കമ്പൈൻ ചെയ്താലാണ് നമുക്ക് C എന്ന് പറയുന്ന കർവ് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പീസിലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. C1 ഇൻ്റഗ്രേഷൻ ചെയ്യണം, C2 ചെയ്യണം, C3 ചെയ്യണം, C4 ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രേഷൻ എടുത്താലാണ് നമുക്ക് C എന്ന് പറയുന്ന കർവിൽ ഇൻ്റഗ്രേഷൻ കിട്ടുക. അല്ലാതെ നമുക്കത് കൺസിഡർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് എഴുതാം ഇവിടെ. അതായത് നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ലെറ്റ് C1 C2 C3 ആൻഡ് C4 be the
sides of the square. Square. Joining C1 join ചെയ്യുന്ന ഇവിടെ അതറിയാലോ നിങ്ങൾക്ക്, സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ആണെന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇനി സി എന്ന് പറയുന്നത് ഈ 4 സ്മൂത്ത് കർവ്സും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന കർവാണ് സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും ഈ C1ൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം, C2ൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നിനും നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഓരോന്നിലും പറയുകയാണ് കേട്ടോ. ഓരോ പീസിലുള്ള പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് പറയാൻ പോകുന്നത്. അതായത് the parametric representation of ഞാൻ C1, C2, C3 ആൻഡ് C4 ആണ് പറയുന്നത്. അതിൽ ആദ്യം C1 എടുക്കുന്നു കേട്ടോ. ഞാൻ C1ന് പ്രത്യേകത എന്താ നോക്കി നിങ്ങൾ C1 എടുക്കാം. നമ്മളെ C1 ഇതാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സ് ആക്സിസും വൈ, അതായത് എക്സ് വൈ കോർഡിനേറ്റ് ആണുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതേതാ ലൈൻ ശരിക്കും? y = 1 എന്ന് പറഞ്ഞ ലൈനല്ലേ? സോറി, y = -1 എന്ന് പറഞ്ഞ ലൈനല്ലേ? അതായത് ഇവിടെയും -1, ഇവിടെയും -1. അതായത് y കോർഡിനേറ്റിൽ ചേഞ്ചേ വരുന്നില്ല. പക്ഷേ എക്സ് കോർഡിനേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എക്സ് കോർഡിനേറ്റ് ഈ ഒരു കോർണറിൽ -1 ആയിരുന്നെങ്കിൽ ഈ ഒരു കോർണറിൽ 1 ആണ്. അതായത് എക്സ് കോർഡിനേറ്റ് -1 മുതൽ 1 വരെ ചേഞ്ച് ആവുന്നുണ്ട്, y കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നേ ഇല്ല. അപ്പം നമുക്ക് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: x = t. അതായത് അത് ചേഞ്ച് ആവുന്നുണ്ട്, അതിനോട് ഞാൻ അതിന് പാരാമീറ്റർ കൊടുത്തു x = t. y ചേഞ്ച് ആവുന്നില്ല, സോ y = -1 കൊടുത്തു. അതായത് t എവിടെ മുതൽ എവിടെ വരെയാണ് ചേഞ്ച് ആവുന്നത്? -1 ≤ t ≤ 1. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. C2 എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. C2 നിങ്ങൾ നോക്കിയേ. C2ൽ എക്സ് കോർഡിനേറ്റ് നോക്കുക, എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നില്ല. x = 1 ആണ്. y കോർഡിനേറ്റ് പക്ഷേ -1 മുതൽ 1 വരെ ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ ഈ ഡയറക്ഷൻ നന്നായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ ഡയറക്ഷനിൽ തന്നെയാണ് നോക്കുന്നത്. 1 to 1. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നില്ല, പക്ഷേ y കോർഡിനേറ്റ് -1 മുതൽ 1 വരെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ C2ലെ നമ്മൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല, ദാറ്റ് ഈസ് 1 തന്നെയാണ്. y എന്ന് പറയുന്നതോ t ആണ്. t എവിടെ മുതലാണ് ചേഞ്ച് ആവുന്നത്? -1 ≤ t ≤ 1. ഇനി നമ്മൾ C3യുടെ ഭാഗം എന്താ നോക്കാലോ. C3 നിങ്ങൾ നോക്കുക. C3ക്ക് എന്താ പ്രത്യേകത? 1 to -1. അതായത് എക്സ് കോർഡിനേറ്റ് എവിടെ മുതലാണ്? 1 മുതൽ -1 വരെ. ഞാൻ പറഞ്ഞു ഈ ഒരു ഡയറക്ഷൻ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. 1 മുതൽ -1 വരെ, പക്ഷെ y കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ x = t എന്ന് കൊടുക്കുന്നു. x = t ആൻഡ് y = 1 ആൻഡ് t ചേഞ്ച് ആവുന്നത് 1 ≤ t ≤ -1ലാണ്. നോട്ട് ചെയ്യണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് പോകണം. C4. ഇനി C4ൻ്റെ കേസ് ആണെങ്കിലോ, C4ൽ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നില്ല, y കോർഡിനേറ്റ്സ് ഇവിടെ 1 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ -1 ആയി. അതായത് y കോർഡിനേറ്റ് 1 മുതൽ -1 വരെ ചേഞ്ച് ആവുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എന്താണെന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നില്ല, എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നില്ല, ദാറ്റ് ഈസ് x = -1. y കോർഡിനേറ്റോ y = t ആണ്, പക്ഷേ t എവിടെ മുതലാണ് ചേഞ്ച് ആവുന്നത്? 1 ≤ t ≤ -1. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. dx dt ഒക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോന്നിലുമാണ് പറയാൻ പോണത്, ഓരോന്നിലും നോട്ട് ചെയ്ത് പോവാം കേട്ടോ. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ്? നമുക്ക് സംതിങ് ഹാപ്പൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നിലുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൺ C1ൽ നമുക്ക് തന്നിരിക്കുന്ന, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞേ നിങ്ങൾ. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു അറിയോ? ഇൻ്റഗ്രൽ ഓവർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഒരു നോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ലൈൻ ഇൻ്റഗ്രൽസ് പറഞ്ഞപ്പം ഇതൊരു സർക്കുലർ പാത്ത് ആണെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ തരിക എന്നുള്ളത്. x² y³ dx -xy² dy ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിയിൽ നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ C1ലും C2ലും C3ലും ഒക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം C1ൽ ഇവാലുവേറ്റ് ചെയ്യാണ്. ഓൺ C1ൽ വരുമ്പം ഇൻ്റഗ്രൽ ഓവർ C1. അപ്പം നമുക്ക് എന്തൊക്കെ വേണം? C1ലെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. x = t ആണ്, y = -1 ആണ്, -1 ≤ t ≤ 1 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രൽ ഓവർ C1 ആണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ വേണം? x വേണം, y നമ്മളെ കയ്യിലുണ്ട്, dx വേണ്ടേ? dx = എന്താ വരിക? dt വരും. പിന്നെ ഇവിടെ dy വേണ്ടേ? dy = 0 വരും. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ നോക്കുകയാണ്. ഇൻ്റഗ്രൽ ഓവർ C1
എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ. എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ C1ൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് C1ൻ്റെ പാരാമീറ്റർ ചേഞ്ച് ആവുന്നത് -1 to 1 ആണ്. അപ്പോൾ ലിമിറ്റ് -1 to 1 വരും. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ആണ്, അപ്പോൾ ടി സ്ക്വയർ എന്ന് വരും. വൈ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഹോൾ ക്യൂബ് എന്ന് വരും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. മൈനസ് ഇവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ ടി ആണ്, വൈ എന്ന് പറഞ്ഞാൽ -1 ഹോൾ ക്യൂബ് ആണ്. ഡി വൈ 0 അല്ലേ, അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോകും. ഓക്കെ, ബാക്കിയുള്ള നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ -1 to 1 മൈനസ് ടി സ്ക്വയർ ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ടി ക്യൂബ് ബൈ 3 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു -1 to 1 ആണ് വാലുവേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് -1/3 -1/3 എന്ന് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു -2/3 എന്ന് കിട്ടും. ദിസ് ഇസ് ദ ആൻസർ. അതായത് C1ലുള്ള ഇൻ്റഗ്രേഷൻ്റെ ആൻസർ നമുക്ക് കിട്ടി. C1ലുള്ള ഇൻ്റഗ്രേഷൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് C2 നോക്കാം. ഓൺ C2ൻ്റെ പ്രത്യേകത എന്തായിരുന്നു? C2 ഇങ്ങനെയൊക്കെയായിരുന്നു വേരി ചെയ്യുന്നുണ്ടായിരുന്നത്. എക്സ് ഈക്വൽ ടു 1 ആണ്, വൈ ഈക്വൽ ടു ടി ആണ്, -1 ലെസ് ദാൻ or ടി ലെസ് ദാൻ or 1 ആണ്. നമുക്കിതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിപ്പോൾ? ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. ഡി വൈ വേരി ചെയ്യുന്നുണ്ട്, ഡി വൈ ഈക്വൽ ടു ഡി ടി ആണ് കിട്ടുക. ഇനി നമ്മൾ ഇൻ്റഗ്രൽ ഓവർ C2 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു C2 എന്ന് പറഞ്ഞാൽ -1 to 1 ആണ്. എക്സ് സ്ക്വയർ വൈ ക്യൂബ്, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി ക്യൂബ്, ഡി എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോയി. മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്, ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ആണ്. നമ്മൾ ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ പോരെ. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1, ഇതിവിടെ മൈനസ് ടി സ്ക്വയർ ഡി ടി എന്നാണ് വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി ക്യൂബ് ബൈ 3 -1 to 1 that is equal to minus of 1/3 minus 1/3 that is equal to -2/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓൺ C2ലും കിട്ടി. ഇനി C3യിലെ കേസ് എന്താ നോക്കാലോ. ഓൺ C3ക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് എക്സ് ആണ് ഇവിടെ വേരി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ടിലൊന്ന് നോക്കുക കേട്ടോ. എക്സ് ഈക്വൽ ടു -t ആൻഡ് വൈ ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പം -t അല്ല ടി, ഞാൻ ടെക്സ്റ്റിൽ -t ആണത്. എക്സ് ഈക്വൽ ടു ടി ആൻഡ് വൈ ഈക്വൽ ടു 1. നമ്മൾ അതന്നെയല്ലേ എഴുതിയേ, ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു 1 ലെസ് ദാൻ or ടി ലെസ് ദാൻ or -1. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഈ ടിയുടെ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് എടുക്കുന്നതായതുകൊണ്ട് നമുക്ക് 1 ലെസ് ദാൻ or ടി ലെസ് ദാൻ or -1 ആണ് വരുന്നത്. ഓക്കെ, ഇനി C3യിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ ഓവർ C3 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ ഡി എക്സ് എന്താ വരുന്നത്? ഡി എക്സ് ഈക്വൽ ടു ഡി ടി ആൻഡ് ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ, ഇതിലൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ ഇവിടെ ടി വേരി ചെയ്യുന്ന ഇവിടെ മുതലാണ് 1 to -1 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, അത് മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സ്ക്വയർ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്യൂബ്, ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി മൈനസ് ഈ ഒരു ഡി വൈ 0 ആയതുകൊണ്ട് ആ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 1 to -1 ടി സ്ക്വയർ ഡി ടി. ഓക്കെ, ദെൻ വി ഗെറ്റ് നമുക്ക് ടി ക്യൂബ് ബൈ 3, ഇതിനെ ടി ക്യൂബ് ബൈ 3 ഇൻ്റഗ്രൽ 1 to -1. ഇവിടെ -1 the whole cube by 3 minus 1/3 that is equal to -2/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി C4ലോ. ഓൺ C4ൻ്റെ കേസിൽ എക്സ് ഈക്വൽ ടു വേരി ചെയ്യുന്നില്ല, എക്സ് ഈക്വൽ ടു -1 ആണ്, വൈ വേരി ചെയ്യുന്നുണ്ട്, ടി എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ or ടി ലെസ് ദാൻ or -1 ആണ്. ഇനി നിങ്ങൾക്ക് ഇത് തിരിച്ചിട്ട് ഇവിടെ -t കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പറയാത്തത്. ഓക്കെ, അത് ഫോളോ ചെയ്ത് അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 to -1 ഇട്ട് ഇപ്പോൾ പുറത്തൊരു മൈനസ് ഇട്ടാലും അതും ഒരു വിഷയമൊന്നുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മാത്സിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഡി എക്സ് ഈക്വൽ ടു ഇത് 0 ആണ്, ഡി വൈ ഈക്വൽ ടു ഡി ടി ആണ്. ഓക്കെ, ഇത് പിന്നെ ഇവിടെ -t ഒരുപാട് മൈനസുകൾ വരും. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ ഫോളോ ചെയ്യാത്തത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓവർ C4 എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ
ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാമല്ലോ. ഇൻ്റഗ്രൽ ഓവർ ഇവിടെ നമ്മൾ പറഞ്ഞു 1 to -1 ആണ് വരുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആക്കും, കാരണം ഡി എക്സ് വരുന്നുണ്ടല്ലോ. 0 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ഡി ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ 1 to -1 ഇവിടെ ടി സ്ക്വയർ ഡി ടി എന്നാവും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് ബൈ 3 അപ് ടു 1 to -1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് -1/3 -1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു -2/3. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്? സർക്കുലാർ പാത്തിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് തന്നത് അല്ലേ. ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ എന്നായിരുന്നു തന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോന്നിനും പാത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തത് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 ദിസ് വൺ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C3 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C4. ഇതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. C1 എന്താണ്? C1 -2/3, C2 -2/3, C3 -2/3, C4 -2/3. എല്ലാം -2/3 ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് -2/3 പ്ലസ് -2/3 പ്ലസ് -2/3 പ്ലസ് -2/3. 2 + 2 4 + 2 6 + 2 8/3 -8/3 ഈസ് ദ ആൻസർ. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സർക്കുലർ പാത്തിലുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് കേട്ടോ. സാധാരണ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എക്സാം ഒക്കെ ഈസി ആയിരിക്കും, നിങ്ങൾ അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ സ്പേസ് ആണ് പറയാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.